പത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശിനൊപ്പം നയന ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. നീ എന്തിനാ ഓഫീസിലോട്ട് വരുന്നത് എന്ന് ആദർശ് ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു എന്ന് പറയണേ. നിനക്ക് ബോറടിക്കുന്ന സമയത്ത് കയറി വരാനുള്ള സ്ഥലമല്ല ജ്വല്ലറി എന്നൊക്കെ പറയണേ. ആദർശേനും സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. ഓ, അവരെ നീ കയ്യിലെടുത്ത് വെച്ചിരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ ഇനി എതിർപ്പൊന്നും പറയുന്നില്ല, നീ കൂടെ പോരെന്ന് പറയണേ. അങ്ങനെ ആദർശുമൊപ്പം നയന ഓഫീസിലെത്തുകയാണ്. അവിടെ വെച്ചിട്ട് ആദർശ് കയറി ചെല്ലുന്ന ഉടനെ തന്നെ നേരെ പവിത്രയ്ക്ക് അരികിലേക്ക് ചെല്ലുകയും പവിത്രയുടെ അടുത്ത് NRI ക്ലയൻസിനുള്ള ഡിസൈൻസ് എല്ലാം തയ്യാറായി എന്ന് ചോദിക്കുകയാണേ. പവിത്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സർ, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആദർശ് ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. തുടർന്ന് പവിത്ര നമ്മുടെ നയനയുമായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ചെയ്ത ഡിസൈനൊക്കെ ഓക്കെ ആണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ട് കാണിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ നയന. പവിത്രയ്ക്ക് ആദർശിന് മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പേടിയാണെന്ന് പറയുന്ന സമയത്ത് പക്ഷേ ആ ഡിസൈൻ കണ്ട ഉടനെ തന്നെ അത് നയന ഉണ്ടാക്കിയതാണെന്ന് കരുതിയിട്ട് കീറിക്കളയാണ് കേട്ടോ ചെയ്യുന്നത്. നിനക്ക് ആർട്ട് ഗാലറി നടത്താൻ അറിയാം, പക്ഷേ ഇത് ആ ഫീൽഡല്ല എന്നും ഇവിടെ ജ്വല്ലറി കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് നയനയെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നയന നേരെ പവിത്രയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പവിത്രയുമായിട്ട് ആലോചിച്ചിട്ട് നയന തന്നെ സ്വന്തം ഡിസൈൻസ് വരച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ പവിത്രയുടെ കയ്യിൽ. പവിത്ര ആ ഡിസൈനുമായിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ആദർശാണെങ്കിൽ ആ ഡിസൈൻ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആവുന്നുണ്ട്. എന്തായാലും ഈ ഡിസൈൻസ് NRI ക്ലയൻസിന് നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്നും ഞാൻ ഉടനെ തന്നെ മെയിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് മെയിൽ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ആദർശിനെ ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ക്ലയൻസിന് അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഇത്രയും നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി പറ്റുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെ അടുത്ത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞ് പവിത്രയെ വിളിച്ചിട്ട് ആദർശ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ആ സമയത്താണ് പവിത്ര പറയുന്നത്, ഈ ഡിസൈൻസ് ഞാൻ വരച്ചതല്ല എന്നും സാറിൻ്റെ ഭാര്യ തന്നെ വരച്ചതാണ് എന്നുള്ള സത്യം പറഞ്ഞു കേൾക്കുമ്പോൾ ശരിക്കും ആദർശ് ഞെട്ടുന്നുണ്ട് കേട്ടോ. തുടർന്ന് ആദർശിന് മനസ്സിലാവാണ് ഇത് നയന ഒപ്പിച്ച പണിയാണ് എന്നുള്ള